ഹലോ ഫ്രണ്ട്സ്, സിമ്പിളായിട്ടുള്ളൊരു ബ്രെഡ് പുഡിംഗ് റെസിപ്പി എങ്ങനെയാണ് ചെയ്യാമെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും ഹൈ കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് സ്വാഗതം. എൻ്റെ പേര് ശില്പ. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. സോസ് പാനിലോട്ട് 2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് 1/4 കപ്പ് പ്ലസ് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം. ഈ പാലൊന്ന് ബോയിൽ ചെയ്ത് എടുക്കണം. അപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ പാൽ ചെറുതായിട്ടൊന്ന് കുറുകി വരും, ഒന്ന് വറ്റി കിട്ടും ചെറുതായിട്ട്. പിന്നെ നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി, എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല. ഈ ഒരു റെസിപ്പിയിലോട്ട് 4 വലിയ സ്ലൈസ് വൈറ്റ് ബ്രെഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അരിവെല്ലാം കട്ട് ചെയ്തിട്ട് നടുക്കുള്ള വൈറ്റ് പോർഷൻ മാത്രം ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ടേക്കുന്നതാണ്. ഇതിലോട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ചൂട് പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ബ്രെഡിലോട്ട് ഈ മിൽക്കെല്ലാം നന്നായിട്ട് അബ്സോർബായി കിട്ടും. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ പാലിൻ്റെ ചൂടിൽ തന്നെ ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നോളും. ഈ ബട്ടർ ചേർക്കുമ്പം നമ്മുടെ ബ്രെഡ് പുഡിങ് നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ആയിരിക്കും കിട്ടുക. ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാനിവിടെ 2 മുഴുവൻ കോഴിമുട്ടയും പിന്നെ പുഡിങ്ങിൻ്റെ ക്രീമിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് 2 യോക്ക് മാത്രവും കൂടെ എടുത്തിട്ടുണ്ട്. അതായത് മഞ്ഞ മാത്രം 2 എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റിന് നല്ലൊരു ബാലൻസ് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. ഇതിനെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമാണ് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എഗ്ഗിൻ്റെ മിക്സും കൂടെ ചേർത്ത് വളരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ടുള്ള കാരമൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു അടിക്കട്ടിയുള്ളൊരു സോസ് പാനിലോട്ട് ഏകദേശം 1/2 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് 3.5 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ടുണ്ട്. മീഡിയം ടു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ റെഡിയാക്കി എടുക്കാനായിട്ട്. എപ്പോഴും ഒരു ശ്രദ്ധ വേണം, എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പതുക്കെ കളറ് ചേഞ്ചായി വരും. കളറ് ചേഞ്ചായി തുടങ്ങുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയ ഒരു ഭയങ്കര ഒരു ബിറ്ററായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും വരിക. ഉടനെ തന്നെ ഇതുപോലത്തെ ഒരു റൗണ്ട് ടിന്നിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പം കട്ടയായി പോയി എന്നൊക്കെ വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളത് സ്റ്റീം ചെയ്തെടുത്ത് കഴിയുമ്പം അത് നല്ല ലൂസായിട്ട് സാധാരണ കാരമൽ സോസ് പോലെ തന്നെ വരും. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പുഡിംഗ് മിക്സ് നമുക്ക് ഇതുപോലെ അരിപ്പയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന അരിപ്പയിലും കുറച്ചും കൂടെ ബെറ്റർ നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പയിൽ ചെറുത്, അതിലാവുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് അരിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ കൂടുതൽ ക്രീമി ആയിരിക്കും നമ്മുടെ പുഡിംഗ്. നമ്മൾ ഈ പുഡിംഗ് സ്റ്റീം ചെയ്താണ് എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് അടിക്കട്ടിയുള്ളൊരു പാൻ എടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇതിലോട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കുക. ഇത്രയും വെള്ളം പോരാ കേട്ടോ, കുറച്ചുകൂടെ വെള്ളം വേണം, അത് ഞാൻ പറയാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു കിച്ചൺ ടവലും കൂടെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ച് ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഡിഷ് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് സീൽ ചെയ്യണേ. അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുമ്പം അതിലോട്ട് ആവിവെള്ളം വീഴാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം സ്റ്റീമെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ പുഡിംഗ് ഡിഷ് ഇറക്കി വയ്ക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, പുഡിംഗ് ഡിഷിൻ്റെ പകുതിയോളം വെള്ളം ആവശ്യമുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ച് മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം, വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. 50 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം ചെറുതായിട്ടൊന്ന് ഈ പുഡിംഗ് ഒന്ന് റൈസായിട്ടുണ്ടാവും. പിന്നെ ഒന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും കുക്കായോ ഇല്ലയോ എന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഏകദേശം 1.25 മണിക്കൂർ എടുത്തിട്ട് ഇത് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ ആ ഒരു പവർ അനുസരിച്ചിരിക്കും ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത്. ചിലപ്പോൾ 1.25 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ എടുക്കും. ഏറ്റവും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്യാണ്ട് നമ്മളൊരു മീഡിയം ടു മീഡിയം ഹൈ ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ട് സമയമെടുത്ത് സ്റ്റീം ചെയ്തെടുക്കുന്ന പുഡിംഗ് ആയിരിക്കും ഏറ്റവും ക്രീമി ആയിട്ട് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ വീണ്ടും കവർ ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാനാക്കി വെക്കാം. അങ്ങനെ ഫ്രിഡ്ജിൽ 3 മണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അൺമോൾഡ് ചെയ്യാം. അതിനായിട്ട് സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് സൈഡ് ഇതേപോലെ ഒന്ന് വിടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സ്ലൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്തുമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ് ഇതെന്ന്. അപ്പോൾ ബ്രെഡ് പുഡിംഗ് എപ്പോഴും നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്.
അപ്പോഴായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടാണ് കാണണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.